മലപ്പുറം മഞ്ചേരിയിൽ കൃഷ്ണൻ നമ്പൂതിരിൻ്റെ വീട്ടിൽ ഒരു തള്ളയെ തല്ലിയുണ്ട്. ആരടാ ഇവൻ എന്ന് നിങ്ങൾ ചോദിക്കാൻ വരട്ടെ. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച തള്ളയെ തല്ലിയല്ല. സമീർ ബിൻ കരീമിൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ചേട്ടോ ചേട്ടോ ഇവിടെയാണോ ചേട്ടാ ഈ അമ്മയെ തല്ലിയുള്ള? ആ, അമ്മയെ തല്ലിയില്ല, തള്ളയെ തല്ലിയുണ്ട്. കാണണോ? വരൂ. നിങ്ങളാണോ ഈ തല്ലിയാള്? ഞാനല്ല തല്ലിയത്, നിങ്ങളാണ് തല്ല് കൊള്ളിച്ചയാള്. അതിപ്പോ അതാ തള്ളയെ നിങ്ങൾ തല്ലിച്ചു. ഇതാണ് തള്ളയെ തല്ലി എന്ന് പറയുന്ന ഗേറ്റ്. ഇത് പണ്ട് കാലത്തുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വരുന്നു, ആളങ്ങോട്ട് കിടക്കും, കിടന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തൊടണ്ട. ഇത് തള്ളയെ വന്നിട്ട് അടിച്ചു. ഇത് അധികം കാണില്ല, പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയും കാണില്ല ഇത്. അപ്പം അന്നത്തെ ടെക്നിക്ക് അറിയണ ഒരു ആശാരി വിളിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. എൻ്റെ കൈപ്പണി തന്നെ ചെറുപ്പത്തിൽ പഠിച്ചത് ഇപ്പോഴും നിലനിർത്തി പോകുന്നു. ഇത് താനെ വന്ന് അടയണത് ആ മരത്തിൻ്റെ ആ കാലുകൊണ്ടുള്ള ആ ഇത് തൂക്കം കണക്കാക്കുമ്പോഴാണ്. നിങ്ങളുടെ ചെരുവ് കുറച്ച് ചെരുവ് വേണം. അപ്പോൾ അത് തുറന്ന ആരും താനെ അടയ്ക്കണ്ട, തന്നെ വന്ന് അടഞ്ഞോളും. അങ്ങനെയാണ് അതിൻ്റെ പണീൻ്റെ എടുക്കും. കഷ്ണം മുളക് കൊണ്ടാവാം, മരം കൊണ്ടാവാം, എന്തുകൊണ്ടും അത് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ ഗേറ്റ് ഇതൊന്നുമില്ല. ഇപ്പൊക്കെ ഇരുമ്പിൻ്റെതായി ഇപ്പോൾ. അന്നൊക്കെ ഒരു വയലിലേക്ക് പശുക്കൾ കിടക്കുകയാണെങ്കിൽ അതൊക്കെ തടയാനുള്ളൊരു വഴിയിൽ ഒരു മറവായിട്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വൺ സൈഡ് ഓപ്പണാണ്, ഒരു ഭാഗത്തേക്കേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കന്നുകാലികൾ പുറമേ നിന്ന് വന്നിട്ട് വയലിലേക്ക് തുറക്കാൻ അവർക്ക് കഴിയില്ല, അങ്ങോട്ട് തുറക്കണം. അപ്പോൾ ആൾക്കാർ വന്ന് തുറന്നു പോയാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടയും ചെയ്യും. പഴയ കാലത്ത് കൗതുകം നിറഞ്ഞ ഇത്തരം നിരവധി നിർമ്മിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകളും ഒപ്പം തന്നെ ഇതും സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും കാണാനും അനുഭവിക്കാനും ഭാഗ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.